ഫ്ലേവർ നമ്മുടെ ബീഫിലിട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രൈ ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്ലൈസായിട്ട് കട്ട് ചെയ്യണം. നല്ല ചൂടാണ്, നല്ല ജ്യൂസി ആയിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് ജ്യൂസി സ്പൈസി സ്മോക്കി ബീഫ് സ്റ്റിക്ക്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റമാണ് ബീഫ് സ്റ്റീക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 2-2.5 കിലോ എടുത്ത് ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫിൻ്റെ ലെഗ് പീസാണ് നമ്മൾ വലിയ പീസായിട്ട് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. സ്റ്റീക്സിന് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ടം റെഡിയാക്കണം. ആദ്യമേ നല്ല നാടൻ കുരുമുളകാണ്, ഇത് നന്നായിട്ട് പൊടിക്കണം. മിക്സ് ചെയ്യുന്ന നമ്മുടെ കറുകാപ്പട്ടയും ഗ്രാമ്പും പെരിഞ്ചീരകവും എല്ലാം കൂടെ നന്നായിട്ട് ചൂടാക്കിയിട്ടാണ് നമ്മൾ പൊടിക്കാൻ യൂസ് ചെയ്യണം. ഇത് പൊടിച്ചിട്ട് നമുക്ക് നമ്മുടെ ബീഫ് സ്റ്റിക്ക് തേക്കാനാണ്. നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്ക് നമ്മുടെ കുരുമുളക് പൊടിയിലോട്ട് ചേർക്കാം. ഇതിനധികം മസാലക്കൂട്ടുകളൊന്നും വേണ്ട. കുറച്ച് കാന്താരി മുളകും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ കറുവാപ്പട്ടയും പെരിഞ്ചീരകവും ഗ്രാമ്പും നമ്മുടെ കുരുമുളക് പൊടിയോട് കൂടി നമ്മൾ ഒന്നിച്ച് ചേർത്ത് മിക്സ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കൂടെ പൊടി ആഡ് ചെയ്ത് കുറച്ച് ഉപ്പ് നന്നായിട്ട് വേണം. നന്നായിട്ട് ഉപ്പ് ചേർക്കുക. ലൈറ്റായിട്ട് കിട്ടാൻ വേണ്ടി നന്നായിട്ട് വെള്ളം ചേർക്കണം. ബീഫിലായിട്ട് ഇഞ്ചക്റ്റ് ചെയ്താണ് നമ്മുടെ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിലായിട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു ബ്രെഡിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്താൽ മതിയാവും. കട്ട് ചെയ്യുകയാണ്, അടിപൊളിയായിട്ട് കട്ട്. നമ്മളിങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്യണം ബീഫ്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും തേച്ച് വെച്ചിട്ടുണ്ട്, ബീഫിൻ്റെ ഫ്രഷ്നെസ് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കൊഴുപ്പെല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം. ഗ്രില്ല് ചെയ്യുമ്പോൾ കൊഴുപ്പ് സാധാരണ ഒഴുകി പൊക്കോളും. നമ്മുടെ മസാലക്കൂട്ട് എടുക്കുകയാണ്, റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അരിച്ചെടുക്കണം, അരിച്ചില്ലെങ്കിൽ നമ്മൾ ഫ്രിഞ്ച് ബ്ലോക്കാവും. അങ്ങനെ നമ്മുടെ എസൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചിയിലായിട്ട് ഇഞ്ചക്റ്റ് ചെയ്യാം. ഇഞ്ചക്റ്റ് ചെയ്യാനായിട്ട് നീഡിൽ ഇട്ടുകൊണ്ട് തന്നെ വലിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എല്ലാം എന്തെങ്കിലും ഇച്ചിരി കനമുള്ള എസൻസിലുണ്ടെങ്കിൽ നീഡിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് ബീഫിലോട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബീഫിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ജ്യൂസി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. സ്റ്റിക്ക് കണ്ടിക്കുമ്പോൾ നല്ല ജ്യൂസി ആയിരിക്കും വെന്ത് കഴിഞ്ഞിട്ട്. അതിന് വേണ്ടിയാണ് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യണം. എസൻസ് മൊത്തത്തിൽ പിടിക്കും. പുറത്ത് മാത്രം തേച്ച് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ സ്റ്റിക്സ് കടിക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് തോന്നും. ജ്യൂസി ആയിട്ട് തോന്നുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഫ്രിഞ്ച് നീഡിലിട്ടുകൊണ്ട് തന്നെ വേണം നമ്മുടെ എസൻസ് വലിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നീഡിൽ ബ്ലോക്കാവാൻ സാധ്യതയുണ്ട്. ഈ ഫ്രിഞ്ചിന് 20 രൂപ 10 രൂപയേ ഉള്ളൂ. അത് നമ്മൾ ബാലൻസ് നമ്മൾ അരിച്ച് വെച്ച മസാലക്കൂട്ട് ബീഫിൻ്റെ പുറത്തോട്ട് തേച്ച് കൊടുക്കണം. നാടൻ അരപ്പാണ്, അധികം മസാലയുടെ ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണിത്. മസാല നല്ല സെറ്റായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4 മണിക്കൂറത്തിട്ട് ഫ്രീസ് ചെയ്യിക്കാൻ വയ്ക്കാം. ഫ്രീസ് ചെയ്താലാണ് ഇറച്ചി നല്ല ഹാർഡായിട്ടിരിക്കുള്ളൂ. നമ്മുടെ ബീഫ് സ്റ്റീക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇനി നമുക്ക് ഗ്രില്ലിലായിട്ട് കയറാം. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ഈ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മേലേക്ക് കുറച്ച് ഒഴിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഫ്ലേവറാണ് നമ്മൾ ഉണ്ടാക്കാണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ ആദ്യം തന്നെ ഒലിവ് ഓയിൽ ഒഴിക്കണം, എന്നിട്ട് വെളുത്തുള്ളി ഒഴിക്കണം. ജിഞ്ചർ ഗാർലിക്ക് എല്ലാം അധികം ചൂടാക്കണ്ട, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. നമ്മുടെ കരിവേപ്പില, നാടൻ കരിവേപ്പില, നാടൻ കുരുമുളക് കൂടെ ഇടുക. ഓക്കെ, നമ്മൾ ഫ്ലേവർ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ബീഫ് സ്റ്റീക്കിനുള്ള ബീഫ് നമ്മുടെ ഗ്രില്ലിലിട്ട് ഇടുവാണ്. നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഗ്രില്ല്. ഓക്കെ, ഫസ്റ്റ് റൗണ്ടിനുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് സ്റ്റീക്ക് മൂടി വയ്ക്കാനുള്ള ഐറ്റമാണ്. നല്ല സ്മോക്കി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ബീഫ് നല്ല വാഴയില ഫ്ലേവറും കൂടി നമ്മുടെ ബീഫിൻ്റെ അകത്തിട്ട് കയറും.
നമ്മുടെ ഫ്ലേവർ നമ്മുടെ ബീഫിലോട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലേവർ ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫേവറേറ്റ് പീസ്. ഇനി നമുക്ക് സ്മോക്കി ആക്കാം. വാഴയില അടച്ചു നമ്മൾ മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡ് ചെയ്യുന്നു. നമ്മുടെ അടുത്ത മിക്സായ കുരുമുളക്, പെരിഞ്ജീരകം, കറുകപ്പട്ട, ഗ്രാമ്പു എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ആദ്യം തന്നെ അരിച്ചെടുത്തൊരു ഐറ്റമാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ബീഫ് നല്ലതായിട്ട് മൊരിഞ്ഞ് വരുന്നു. ബീഫ് സ്റ്റീക്ക് നല്ല സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ആർക്കും കൊതിയൂറും. നാവിന് വാരി കപ്പൽ ഓടുന്ന സാധനം. സൂപ്പർ ബീഫ്. ഇവിടെ ഗരം മസാല, നാച്ചുറൽ ഗരം മസാലയാണ് നമ്മളതിൽ ആഡ് ചെയ്തേക്കുന്നത്. ബീഫ് സ്റ്റീക്ക് വെന്തിരിക്കുന്നു. നമുക്കിനി പയ്യെ എടുക്കാം. നാടൻ വാഴയില തന്നെയാണ് നമ്മളെടുത്ത് വയ്ക്കുന്നത്. നമ്മുടെ ബീഫ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. നമ്മുടെ ബീഫ് സ്റ്റിക്സ് നല്ല ഹീറ്റാണ്. ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്യാം. നല്ല ജ്യൂസിയാണ്. ബാക്കി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ടെസ്റ്റ് ചെയ്യാണ്. വളരെ സുഖമാണ്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല സ്പൈസിയാണ്. നല്ല ജ്യൂസിയാണ്. ഒന്നും പറയാനില്ല. നമ്മുടെ ബീഫ് സ്റ്റിക്ക് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കേണ്ടതാണ്. നമ്മുടെ എല്ലാ ഫ്ലേവറും മസാലയും എല്ലാം പിടിച്ചിട്ടുണ്ട്. അടിപൊളി. ഒന്നും പറയാനില്ല. ഇത് നമ്മൾ മസാല ഇഞ്ചക്റ്റ് ചെയ്താണ് പിടിപ്പിച്ചത്. ഉള്ളിയിട്ടൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അടിക്കുക. താങ്ക് യു.